നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൽ ദിനചര്യയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗത്തെയാണ്. ആയുസ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ആചരിക്കേണ്ടുന്ന ദിനചര്യകൾ ആയുർവേദത്തിൽ ശക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ദിനചര്യ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്കിതിനു വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മളെപ്പോൾ ഉറക്കം എഴുന്നേൽക്കണം എന്ന് പറയുന്നുണ്ട്. ഗ്രാമേ മുഹൂർത്തി ഉത്തിഷ്ഠ സ്വസ്ഥവും രക്ഷാർത്ഥം ആയുഷ. ആയുസ്സിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്വസ്ഥനായിട്ടുള്ളൊരു വ്യക്തി ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉറക്കം എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് തൊട്ട് മുൻപുള്ള 3/4 മണിക്കൂറിനെ രൗദ്ര മുഹൂർത്തമെന്നും അതിന് തൊട്ട് മുൻപുള്ള 3/4 മണിക്കൂറിനെയാണ് നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സ്വസ്ഥനായിട്ടുള്ളൊരു വ്യക്തി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അവർ സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ. ദോഷങ്ങളെല്ലാം സമമായിരിക്കുക, ധാതുക്കളെല്ലാം സമമായിരിക്കുക, മലക്രിയകൾ സമമായിരിക്കുക. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ സ്വസ്ഥൻ എന്ന് പറയുന്നത്. ആ സ്വസ്ഥനായിട്ടുള്ളൊരു വ്യക്തി ഉറക്കെഴുന്നേൽക്കുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിലാണ്, അവരുടെ ആയുസ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് എല്ലാം കൃത്യമായിട്ട് നമ്മൾ സാധാരണ ആചരിച്ചു പോകുന്ന കർമ്മങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് പ്രതിപാദിച്ചു തന്നിട്ടുണ്ട്. ദന്തധാവനം ചെയ്യണം, പല്ല് തേക്കുക, നാവനം, നാക്ക് വടിക്കുക, ഗണ്ഡൂഷം, കവിളിൽ വെള്ളം കൊള്ളുക, കവളം, കവിൾക്കുഴി ഒഴിയുക. അത് കഴിഞ്ഞ് സൗവീരാഞ്ജനം, നമ്മൾ കണ്ണെഴുതുക, സ്ത്രീകളാണെങ്കിൽ കണ്ണെഴുതുക. അതുപോലെ തന്നെ താമ്പൂല ചർവണം പറയുന്നുണ്ട്. ഔഷധങ്ങൾക്കുള്ള താമ്പൂലം മുറുക്കാൻ ഉപയോഗിക്കുവാനും പറയുന്നു. അതിനുശേഷം നമ്മൾ ഈ അഭ്യംഗം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എണ്ണ തേച്ച് കുളിക്കുക. അഭ്യംഗം നിത്യം എല്ലാ ദിവസവും നമ്മൾ എണ്ണ തേച്ച് കുളിക്കണം. അതെന്തിനായിട്ടാണ്? അഭ്യംഗം ആചരിക്കുന്ന സജരാശ്രമവാതക ദൃഷ്ടിപ്രസാദ പുഷ്ടി ആയുർ സ്വപ്നസുത്വത്തെ ധാർഷ്ട്യസ്ഥനാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടുവാൻ വേണ്ടിയിട്ട് ദൃഷ്ടിപ്രസാദനും നല്ല ശുദ്ധമായ നല്ല ഉറക്കം കിട്ടുന്നതിനും നമ്മളുടെ ത്വക്കിൻ്റെ ചുളിവുകൾ, ജരാനരകളൊക്കെ ഒഴിവാക്കാനും നല്ല ഗ്ലേസിങ് ഉണ്ടാകാനും നല്ല ഗ്ലാമർ കിട്ടുവാനും ഒക്കെ അഭ്യംഗം ആതിരയിൽ നിൽക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ തേച്ച് കുളിക്കണം, എണ്ണ തേച്ച് കുളിക്കണം. അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ച് തന്നെ കുളിക്കണം. ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ഇത്രയും വിശദമായിട്ട് തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രഭാത ഭക്ഷണത്തിലേക്ക് പോകുന്നുള്ളൂ. ഇത്രയും കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ആഹാരത്തിലേക്ക് പോകുന്നത്. അത് ഹിതമായിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു വ്യതിയാനങ്ങളും ഉണ്ടാകുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, അഭ്യംഗം ആചരിക്കുക, എണ്ണ തേച്ച് കുളിക്കുക, വ്യായാമം ചെയ്യുക, പല്ല് തേക്കുക, കവിളിൽ വെള്ളം നിർത്തിയിട്ട് കുളിക്കുഴിയുക, കണ്ണെഴുതുക, താമ്പൂല ചർവണം നടത്തുക. ഇതൊക്കെ നമ്മളുടെ മുഖപേശികൾക്ക് ബലം കിട്ടുവാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടുവാനും അഗ്നി വർദ്ധിപ്പിക്കുവാനും ഊർജം കിട്ടുവാനും ഒക്കെ ഇത് വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്നാനം, കുളിക്കുവാൻ പറയുന്നുണ്ട്. സ്നാനം ദീപനം ആയുഷ്യം ഋഷ്യം ഊർജ ബലപ്രദം എന്നാണ് പറയുന്നത്. ദീപനം അഗ്നിദീപ്തി കിട്ടും, നല്ല വിശപ്പ് കിട്ടും. ആയുഷ്യം ആയുസ്സിനെ വർദ്ധിപ്പിക്കും. ഋഷ്യം നമ്മളുടെ ധാതുക്കൾക്കൊക്കെ പുഷ്ടി കിട്ടുന്നുണ്ട്, ഊർജസ് കിട്ടുന്നുണ്ട്, ബലപ്രദമാണ്. ഇതൊക്കെയാണ് സ്നാനത്തിൻ്റെ ഗുണങ്ങൾ. ഇത്രയേറെ സ്നാനത്തിൻ്റെയും ദിനചര്യകളുടെയും ഗുണങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇത് കുളിക്കുവാൻ പാടില്ലാത്ത ആരൊക്കെയാണ്? സ്നാനം, അർജിതം, നേത്ര, ഹാസ്യ, കർണരോഗി, വിഷക്തിതം, ഇങ്ങനെയുള്ള ആൾക്കാർ കുളിക്കുവാനേ പാടില്ലെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അർജിതം, നമുക്ക് മുഖത്ത് കോട്ടം സംഭവിച്ചിട്ടുള്ള ഫേഷ്യൽ പാരാലിസിസ് വന്നിട്ടുള്ള വ്യക്തികൾ ആ സമയങ്ങളിൽ കൂടുതൽ ശീതവൈര്യമായിട്ടുള്ള ഈ സ്നാനം അർജിതമുള്ളവർക്ക്, മുഖം കൂടിപ്പോലുള്ളവർ, നേത്രരോഗങ്ങൾ, കണ്ണ് രോഗങ്ങളുള്ളവർക്ക്, തലയ്ക്ക് മുകളിൽ കഴുത്തിന് മുകളിലുള്ള അസുഖങ്ങളുള്ളവരൊന്നും കുളിക്കുവാൻ പാടില്ല എന്ന് ശാസ്ത്രം നിശ്ചിതമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള രോഗികൾ കുളിക്കുവാനേ പാടില്ല. കുളിച്ചു കഴിഞ്ഞാൽ ആ അസുഖത്തിന് വർധന ഉണ്ടാകുവാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പം ഈ വക കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ആയുസ് യാതൊരു കോട്ടവും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ദോഷങ്ങളെ സമാവസ്ഥയിൽ നിൽക്കുന്ന
ആഹാര വിഹാരാദികൾ കൊണ്ട് നമ്മുടെ ശരീരം രക്ഷിച്ചു പോവുകയാണെങ്കിൽ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാനുള്ള ശേഷി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആയുർവേദ ശാസ്ത്രം പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും, ആയുർവേദ വിദഗ്ധന്മാർക്കും, എല്ലാ ആൾക്കാർക്കും നമ്മളുടെ ശാസ്ത്രത്തിൽ അനന്ത സാധ്യതകളുള്ള എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കുവാനും അവയെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഔഷധങ്ങൾ നമ്മളുടെ ശാസ്ത്രത്തിലുണ്ട്. അതിന് വേണ്ടുന്നത് കൃത്യമായിട്ട് ഈ രോഗലക്ഷണങ്ങൾ കണ്ടത് ഏത് ദോഷങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ളൊരു കഴിവാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന രോഗങ്ങൾ പോലും നമ്മൾക്ക് പ്രതിരോധിക്കുവാനും ചികിത്സിക്കുവാനും സാധിക്കും. ഒരു ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ചിക്കൻ ഗുനിയ വന്നിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വാതജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. വാതജ്വരത്തിൽ ചികിത്സിക്കുന്ന എല്ലാ ഔഷധങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കും. അത്രയും നേരം എൻ്റെ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം.